അടുത്തൊരു ബെല്ലോട് കൂടി ഞങ്ങളുടെ ഈ എളിയ നാടകം ഇവിടെ ആരംഭിക്കുന്നു. MBT തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന ഏറ്റവും പുതിയ നാടകം ഞങ്ങളുടെ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും എറർ വന്നു പോയാൽ അതൊരു അലേർട്ട് മെസ്സേജ് മാത്രമായി കണ്ണടയ്ക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. അല്ലാതെ റിപ്പോർട്ട് അടിച്ച് മാനേജറിന്റെ തെറി മേടിച്ച് തരല്ലേ എന്റെ പൊന്നെ. ഒരു പ്രത്യേക അറിയിപ്പ്. നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു കാരണവശാലും അഭിനേതാക്കൾക്ക് ജണ്ട്, മാല, ചെരുപ്പ്, മുട്ട എന്നിവ നൽകാൻ പാടുള്ളതല്ല. എന്തെങ്കിലും ഗിഫ്റ്റുകൾ നൽകാൻ ആഗ്രഹിക്കുന്നവർ ഗിഫ്റ്റ് വൗച്ചർ, മണി ട്രാൻസ്ഫർ എന്നിവ ഡയറക്റ്റായി ഡയറക്ടറിന്റെ മൊബൈൽ നമ്പറിൽ തന്നെ അയക്കാവുന്നതാണ്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, പിന്നെ എന്തരൊക്കെ ഉണ്ടോ അതെല്ലാം ഷൈജു പുഴുക്കുന്നു. അവതരണം മുത്തൂറ്റ് പാപ്പച്ചൻ ടെക്നോളജീസ്. ഈശ്വര, ഇന്നും പതിവ് പോലെ ലേറ്റ് പഞ്ചാണല്ലോ. എന്റെ പീപ്പിൾ സ്ട്രോങ് ഭഗവതി, ഹാഫ് ഡേ ലീവ് ആകാതെ നീ തന്നെ കാത്തോണേ. അകത്തുനിന്നും ടെലിഫോൺ റിങ് ചെയ്യുന്ന ശബ്ദമാണല്ലോ കേൾക്കുന്നത്. ആ ഫോൺ എടുക്കാൻ പോലും ഈ മുത്തൂറ്റ് തറവാട്ടിൽ ആരുമില്ലാതായോ? സപ്പോർട്ട് ടീമിന്റെ സപ്പോർട്ടും പ്രതീക്ഷിച്ച് വിളിക്കുന്ന ബ്രാഞ്ചസിനോട്ട് ഞാൻ എന്ത് സമാധാനം പറയും? ഭാനുമതി, എടീ ഭാനുമതി, ഭാനു. എന്താണ് മനുഷ്യ ഇങ്ങനെ കിടന്ന് അലറുന്നത്? അകത്ത് ആ ഫോണിന്റെ ശബ്ദം നീ കേൾക്കുന്നില്ലേ? ഓ, അതിന് ആ കോൾ എടുക്കേണ്ട ഡ്യൂട്ടി അത് നിന്റേതാണ്. ഞാനിന്ന് വർക്ക് ഫ്രം ഹോമാണ്. ഈശ്വര, സത്യമറിയാതെ ഞാൻ എന്തൊക്കെയാണ് എന്റെ ഭാനുമതിയെ പറഞ്ഞു കൂട്ടിയത്. എന്നോട് ക്ഷമിക്കൂ ഭാനു, എന്നോട് ക്ഷമിക്കൂ. അതൊക്കെ പോട്ടെ, ഇപ്പോഴാണ് നീ ആ കോളൊന്നെടുക്കുന്നത്. രാവിലെ എണീറ്റ് കാപ്പി വെക്കണം, പിള്ളേരെ ഒരുക്കി സ്കൂളിൽ വിടണം, വീട്ടിലുള്ള മുഴുവൻ ജോലി നോക്കണം. അതിനിടയ്ക്ക് സമയം കിട്ടുമ്പോ ഓഫീസിലെ പണിയെടുക്കണം. വർക്ക് ഫ്രം ഹോം ആണത്രേ, വർക്ക് ഫ്രം ഹോം. ഭാനു, ഒന്നോർത്താൽ നീയും ഞാനും ഭാഗ്യവാന്മാരാണ്. എങ്ങനെ? പണിയെടുക്കാൻ വൈകിയാൽ സിസ്റ്റം കണക്ട് ആകുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റം നമുക്ക് നെറ്റ്വർക്ക് ടീമിന്റെ തലയിൽ ഇടാവല്ലോ. അവിടെ അവിടെ എവിടെ? അവിടെ ആ, എവിടെന്ന്? നമ്മുടെ ആ ഫ്രണ്ട് ഗേറ്റിൽ. ആ ഗേറ്റിൽ, പെട്ടെന്ന് പറ. അവിടെ മാവേലി വന്ന് നിൽപ്പുണ്ട്. ആണോ? പക്ഷേ എന്ത് പക്ഷേ? ID കാർഡ് ഇല്ലാത്തതിനാൽ പോലീസ് അദ്ദേഹത്തെ തോക്ക് ചൂണ്ടി നിർത്തിയേക്കുകയാണ്. അനിൽ സാർ വിളിച്ചു പറഞ്ഞാലേ നമ്മുടെ മാവേലിയെ കടത്തിവിടൂ. ഇത് മാവേലിയാണോ അതോ വയ്യാവേലിയാണോ? ഭാനു, നീ ആ പുതിയ കുടയിങ്ങെടുക്ക്. ഞാനൊന്ന് അനിൽ സാറിനെ കണ്ടിട്ട് വരാം. ഇതാ പുതിയ കുടയാണ്, നനയ്ക്കാതെ കൊണ്ടുവരണം. കുറച്ച് ടാർപ്പാളിൻ കിട്ടിയിരുന്നെങ്കിൽ കുടയ്ക്കൊരു കൂരയെങ്കിലും പണിയാമായിരുന്നു.
ഇതാ കിടക്കുന്നു നിന്റെ കുട. ദേ, അമ്പലത്തിലേക്ക് പോയി നമ്മുടെ മകൾ തിരിച്ചെത്തിയല്ലോ. അമ്മേ, തികഞ്ഞ ദൈവവിശ്വാസവും സൽസ്വഭാവവും അതാണ് എന്റെ മകൾ ചന്ദ്രിക. ആട്ടെ, എന്താണ് ഇന്നെന്റെ മകൾ അമ്പലത്തിൽ പ്രാർത്ഥിച്ചത്? എന്റെ പുതിയ പ്രോജക്റ്റ് എററൊന്നുമില്ലാതെ റണ്ണാകണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ പ്രോജക്റ്റ് നീ പൂർത്തിയാക്കി അല്ലേ? മിടുക്കി, മിടുക്കി. ഒരിക്കലുമില്ല, എങ്ങനെയൊക്കെയോ റണ്ണാക്കി എടുത്തു. ഇനി ടെസ്റ്റ് ബിൽഡ് ഇറക്കുമ്പോഴറിയാം തീയാണോ പുകയാണോ വരുന്നതെന്ന്. അപ്പോഴും എന്റെ ഏക ആശ്വാസം ഇത്രയും നാളും ബിൽഡ് എവിടെ എന്ന് ചോദിച്ച QAക്കും BAക്കും ഈ പ്രോജക്റ്റ് ഒരു പണിയാകുമല്ലോ. ചന്ദ്രികേ, അച്ഛാ, ചന്ദ്രികയുടെ അച്ഛാ. ആരാ? മനസ്സിലായില്ലല്ലോ. അമ്മാവന് എന്നെ മനസ്സിലായില്ലേ? ഭാനു, നിനക്ക് മനസ്സിലായില്ലേ ഇതാരാണെന്ന്? ഇല്ല. മോളെ, നിനക്ക് മനസ്സിലായോ ഇതാരാണെന്ന്? ഇല്ല അച്ഛാ, ഇല്ല. ആർക്കും മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായില്ല. ആരാടാ നീ? വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്തേക്ക് ഓൺസൈറ്റും സ്വപ്നം കണ്ട് MPTയിൽ നിന്ന് പുറത്തേക്ക് ചാടിയ അമ്മാവന്റെ സ്വന്തം അനന്തരവൻ രഘു. എന്റെ അനന്തരവൻ രഘു. മോനെ, എങ്ങനെ ഇരിക്കുന്നടാ നീ? യാത്രകളായിരുന്ന ബാവ, യാത്രകൾ. US, UK, കാനഡ, സിംഗപ്പൂര്, കരിപ്പൂര്, തിരുപ്പൂര്, കഴക്കൂട്ടം, വെള്ളായണി, ബാൽരാരം. ആട്ടെ, നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം? എന്റെ പ്രോജക്റ്റ് തീർന്നു, കമ്പനി എന്നെ പറഞ്ഞു വിട്ടു. ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ല. അമ്മാവൻ MPTയിൽ എനിക്കൊരു ജോലി തരണം, ഒപ്പം എന്റെ പുറപ്പെട്ട് ചന്ദ്രികയെ. രഘു, നീ തൽക്കാലം അകത്തേക്ക് പോ. പിന്നൊരു കാര്യം, പേൻട്രിയിൽ പോയി ചായ തിളപ്പിക്കലല്ല നിന്റെ ഇവിടത്തെ പണി. ആരാ? ആരാണെന്ന് പറ. UST ഗ്ലോബലിലെ സിദ്ധു. അല്ല. HOയിലുള്ള റോണി. അല്ലേ അല്ല. സ്ഥിരം പണയം വെക്കാൻ വരുന്ന രവി. ഓ, നീ എന്നെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചല്ലോ. എന്റെ രവിയേട്ടൻ എത്ര ദൂരെ നിന്നാലും ഈ ചന്ദ്രിക കണ്ടുപിടിക്കും. എന്റെ ചന്ദ്രികേ, എന്റെ രവിയേട്ടാ, എന്റെ ചാൻ, എന്റെ രവി. ചന്ദ്രകാന്തം നിൻ ചിരിയിലലിയുന്നെൻ ജീവരാഗം നീലവാനിലലിയുന്നു ദാഹമേഘം നിന്നിഴിയിലലിയുന്നെൻ ജീവമേഘം. സൂര്യന്റെ പൊൻപ്രഭയിലും വെട്ടിത്തിളങ്ങുന്ന വെൺശങ്കു പോലെയുള്ള നിന്റെ ഈ കഴുത്തിൽ സ്വർണമാലയൊന്നും കാണുന്നില്ല. എന്നിട്ട് നിങ്ങൾക്ക് ആ മുത്തൂറ്റിൽ കൊണ്ടുപോയി പണയം വെക്കാനല്ലേ? പലിശയോ തുച്ഛം, തുകയോ മെച്ചം, നിലയാണ് വിശ്വാസം. അതാണ് എന്റെ മുത്തു. നിങ്ങളിവിടെ പരസ്യവും പറഞ്ഞുകൊണ്ടിരുന്നോ? അച്ഛൻ എനിക്കവിടെ വേറെ കല്യാണം ആലോചിക്കുന്നു. അച്ഛൻ ആലോചിക്കട്ടെ, പക്ഷേ നിന്നെ ഞാൻ തന്നെ കെട്ടും. നീ ഞൊട്ടും. ആരാടാ നീ?
ഞാൻ മുറച്ചെറുക്കൻ രഘു. ഞാൻ കാമുകൻ രവി. നിന്നെ ഞാൻ അമ്മേ, അച്ഛാ, ഓടി വാ. ദേ, രവിയേട്ടനും രഘുവേട്ടനും തമ്മിൽ തല്ലുന്നു. സാറേ, സാറേ, എന്തു വേണം? നമ്മുടെ ചന്ദ്രിക ചന്ദ്രിക ചന്ദ്രികയ്ക്ക് വീണ്ടും പ്രൊമോഷൻ കിട്ടി. ഇനി മുതലേ MBTയിലെ പുതിയ മാനേജർ ചന്ദ്രികയാ. ഈശ്വര, അപ്പൊ ഞാൻ കാത്തുവച്ചിരുന്ന എന്റെ കസേരയും ക്യാബിനും അത് പോയാൽ അതുക്കും മേലെ. ആ